ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്കിലും എനിക്കത് പറഞ്ഞേ പറ്റൂ. ആരൊക്കെ എങ്ങനെയൊക്കെ അലക്കി ഒളിപ്പിക്കാൻ നോക്കിയാലും പത്മ എന്റെ മനസ്സിൽ വെളുക്കില്ല. അച്ഛാ, അത് നിർത്ത്. എടാ, അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാലേ നിന്നെ ഇതിന്റെയൊക്കെ അവകാശിയാക്കാൻ പറ്റൂ. ഈ നിലയ്ക്ക് പോയാലേ അവകാശിയാവുമ്പോ ഞാൻ അടികൊണ്ട് ചാവും. എടാ, നിനക്ക് അവളോട് പ്രതികാരം വീട്ടണ്ടേ? വീട്ടണം. അതിലും ഞാൻ എപ്പോഴും പറയുന്നത് അധോലോകക്കാർക്ക് കൊട്ടേഷൻ കൊടുക്കാന്ന്. അത് ബോംബെയിൽ നിന്നേ നല്ല ഒന്നാ. പറയടാ, ഒന്നാം തരം നല്ല ഒന്നാം തരം വാഴത്തൈകള്. വാഴത്തൈകള് ബോംബെന്നൊക്കെ വരുത്തുന്നത് എന്തിനാടാ? ആ, ഒന്നാം തരം പാളയംകുടം വാഴയല്ലേ നീ? അതല്ല, ഒരു വാഴ. വാഴയും ചേനയൊക്കെ തൽക്കാലം മാറ്റി പിടിക്ക്. എന്നെ കൊല്ലാൻ ബോംബെയിൽ നിന്നും അണ്ടർവേൾഡ് വരെ ഇറക്കുമ്പോ തലേ ദിവസം ഒന്ന് പറഞ്ഞാ കൊള്ളാം. അല്ല, ഞാൻ കയറി വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ ഞെട്ടലോടെ നോക്കുന്നേ? നീ പിന്നെയും വഴക്കിന് വന്നതാണോ? ഞാനേ തൽക്കാലം ഒന്ന് തോറ്റു തന്നതാ. എന്ന് വെച്ച് നീ വിജയിച്ചതായിട്ടങ്ങ് കരുതണ്ട. നിങ്ങളുടെ തോൽവികൾ ആരംഭിക്കുകയാണ് അൻപികെ. നിങ്ങളെ ഞാൻ ഇല്ലാതാക്കും. തറവാട്ടിലെ കാര്യങ്ങളൊക്കെ കുറുപ്പ് നന്നായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ ഇനിയും അധിക നാൾ ഇവിടെ കിടന്ന് ഇങ്ങനെ വിലസാന്ന് കരുതണ്ട. കഥകളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്ത് കഥ? ആ ജഗൻ അങ്കിളിനെ ബലിയാടാക്കി എന്റെ അമ്മയെ ചതിച്ച കഥ. അതിന്റെയൊക്കെ കണക്ക് പിറകെ. പക്ഷേ നിങ്ങൾ ഒന്നോർത്തോ, ഞാൻ പ്രതാപവർമ്മയുടെ മകള് തന്നെയാ. അത് ഋതിയുടെ ശബ്ദമാണല്ലോ. അതെ, മോള് തന്നെയാ. പ്രതാപവർമ്മയുടെ മകളെന്ന് വെച്ചാ പ്രതാപവർമ്മയുടെ രക്തത്തിൽ പിറന്ന മകൾ. അച്ഛനൊന്ന് വിഷമിച്ച ആ നിമിഷം എന്റെ ഹൃദയം വേദനിക്കും. എന്ന് വെച്ചാ ഞാൻ പ്രതാപവർമ്മയുടെയും പത്മാവതിയുടെയും മകളാണെന്ന്. പാതി പത്മാവതിയും പാതി പ്രതാപവർമ്മയും. സ്നേഹനിധിയായ എന്റെ അച്ഛനെ നിഷ്കളങ്കയായ എന്റെ അമ്മ വഞ്ചിക്കില്ല. ഒരു മുന്നറിയിപ്പ് ഞാൻ അമ്മായിക്ക് തരുവാ. എന്റെ അച്ഛൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അമ്മായിയോട് യുദ്ധത്തിനിറങ്ങിയ എന്തായിരിക്കും അമ്മായിയുടെ അവസ്ഥ? അമ്മായിക്ക് അത് കാണണോ? ഞാൻ കാണിച്ചു തരാം. ഇനി മുതല് നിങ്ങൾ എന്നിലൂടെ കാണുന്നത് സാക്ഷാൽ പ്രതാപവർമ്മയാ. കണ്ണു നിറയെ കണ്ടോ? പ്രതാവ, അവളുടെ നിപ്പും ഭാവവും കണ്ടോ നീ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഋതുമോളിലൂടെ കണ്ടത് പത്മയാ. പക്ഷേ ഞാൻ ഇപ്പൊ കാണുന്നത് നിന്നെ തന്നെയാ.
വരൂ. തന്നെ വർമ്മ സാർ വിളിക്കുന്നു. അതെന്തിനാ? അച്ഛനായിട്ട് ഇപ്പൊ സംസാരിച്ച് പിരിഞ്ഞല്ലേ ഉള്ളൂ. എന്ന് വെച്ച് അച്ഛനെ മകളെ ഒരിക്കൽ കൂടി കാണാൻ പാടില്ലേ? വാ വാ. ഞാൻ നിന്നെ ഇപ്പൊ വിളിപ്പിച്ചത് നിനക്കത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാനാ. നിനക്ക് മാത്രമല്ല, അമ്മയ്ക്കത് ഇഷ്ടാവില്ല. എങ്കിലും എനിക്കത് പറഞ്ഞേ പറ്റൂ. ആരൊക്കെ എങ്ങനെയൊക്കെ അലക്കി ഒളിപ്പിക്കാൻ നോക്കിയാലും പത്മ എന്റെ മനസ്സിൽ വെളുക്കില്ല. അച്ഛാ, അത് നിർത്ത്. നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു വിശദീകരണവും എന്റെ മുമ്പിൽ വേണ്ട. ഈ 2 വെള്ളത്തിൽ കാല് വെച്ചുകൊണ്ട് ആർക്കും യാത്ര ചെയ്യാൻ പറ്റില്ല. എന്റെ ഹൃദയം തകർത്തോണ്ട് പോയോളാ പത്മ. അവളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും പാടില്ല. ഇനി അതല്ല, അമ്മയോടൊപ്പം നിനക്ക് ജീവിച്ചേ പറ്റൂ എന്ന തോന്നലുണ്ടെങ്കിൽ അവളോടൊപ്പം വയ്ക്കോ. പക്ഷെ എന്നെ കാണാൻ വന്നേക്കരുത്. മോളെ, പത്മ എന്ത് പ്രതിസന്ധികൾ വന്നാലും സ്വന്തം മകളെ ഉപേക്ഷിച്ചു പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ പത്മ അത് ചെയ്തു. നിന്നെ ഉപേക്ഷിച്ചു പോയി. അത് തെറ്റ് തന്നെയാ. നിന്നെ വളർത്തിയത് പ്രതാപന. പത്മ എന്റെ മകള് തന്നെയാ. പക്ഷേ പ്രതാപം പറയുന്നത് നീ കേൾക്കാവൂ. നീ എന്തു പറയുന്നു? എനിക്കിപ്പോ ഉറപ്പ് കിട്ടണം. നിനക്ക് ഞാൻ വേണോ അതോ പത്മ വേണോ? ഇപ്പൊ തീരുമാനം പറയണം.